ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ലാൻഡ്. അപ്പോൾ നമ്മുടെ സെവിൻ ചെയ്യേക്ക് മച്ചാൻ, അതായത് ഫിഷിംഗ് ഫ്രീയിലെ മച്ചാനാണെങ്കിൽ ഇപ്പം ഉള്ള എല്ലാ പെറ്റ്സിനെ തന്നെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിയുടെ ഇല്ലാത്ത അതായത് ഒരു കിഡിനെ ഐറ്റം, അതായത് അതിൻ്റെ പ്യൂർ ഒറിജിനൽ ബ്രീഡാണെങ്കിൽ 1,00,000 രൂപ വരെ വില വരുന്ന ഒരു അടിപൊളി ഒരു പെറ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ തീർച്ചയായും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ, ഞാൻ നിങ്ങളെ കൂടുതലൊന്നും പറഞ്ഞ് ഇത് ചെയ്യിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. നമ്മുടെ ഫിഷിംഗ് ഫ്രീസിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഐറ്റമാണ് നമ്മുടെ വെച്ചൂർ പശു. അപ്പോൾ ഞാൻ ചുമ്മാ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് വ്യൂവേഴ്സൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിനെ നമ്മളിപ്പം നമുക്ക് നല്ല ഇതായിട്ടുള്ളതാണ്, നല്ല ഇണക്കമൊക്കെയുള്ള പശുക്കളാണ്. കണ്ട നമുക്ക് നമ്മളോടൊക്കെ നല്ലോണമൊക്കെ ഇണക്കമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ തൂത്ത് കൊടുത്താലൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് നമ്മൾ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല കുത്തും കിട്ടും. വേറെ ലെവലിൽ നമുക്ക് കുത്തൊക്കെ കിട്ടുന്നതാണ്. നമ്മളോട് ഇണങ്ങിയാണെങ്കിൽ യാതൊരു കുഴപ്പവും തന്നെ ഇല്ല. നമുക്ക് ചെന്ന് തൂത്ത് കൊടുക്കാനോ കെട്ടിപ്പിടിക്കാനോ യാതൊരു പ്രശ്നം തന്നെ ഇല്ല. ഇപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്നും കാണിക്കാത്തത്. അപ്പം നമ്മളിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇതിനെ കെട്ടിപ്പിടിക്കുന്ന 2-3 ഫോട്ടോസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കണ്ട, നമുക്ക് ഇപ്പോൾ ഈ ഒരെണ്ണം അല്ല നമുക്കുള്ളത്. ഇത് ഏകദേശം ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ പ്യുവർ വെച്ചൂർ പശുക്കൾ തന്നെയായിരിക്കും. അപ്പം ഇതിന് ഏകദേശം വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ വരെയും, 50,000 രൂപ അല്ല, അധികം ഏകദേശം ആ ഒരു അടുത്ത റേറ്റ് വരും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പ്യുവറാണെങ്കിൽ 1,00,000 രൂപ വരെയും ആൾക്കാർ വാങ്ങുന്നുണ്ട്. 1,00,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. അപ്പം ഇത് കറക്റ്റ് പ്യുവറല്ല എങ്കിലും ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്യുവറായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു നാടൻ പശുവിൽ നമ്മൾ 4-5 ജനറേഷൻ, 4-5 ജനറേഷനാണ് പ്യുവറായിട്ട് വരുന്നത്. അതായത് വെച്ചൂർ പശുവിൻ്റെ ബീജം നമ്മൾ കുത്തിവെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന 4-5 ജനറേഷൻ ആയിരിക്കും പ്യുവർ വെച്ചൂർ പശുവായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതിന് കണ്ട വെച്ചൂർ പശുവിൻ്റെ ആയിട്ടുള്ളൊരു ഹമ്പ് നിങ്ങൾക്ക് കാണാമായിരിക്കും. അതിൻ്റെ മുകളിൽ ഹമ്പൊക്കെ വെച്ചൂർ പശുവിൻ്റെ ആയിട്ട് ഒരു ഹമ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനിപ്പം വാലിന് കുറച്ച് നീട്ടക്കുറവുണ്ട്. അപ്പം നമ്മുടെ കയ്യിലേക്ക് വേറെ 2 വെച്ചൂർ പശുക്കളും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ. വെച്ചൂർ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ മൂക്കേർ ഉണ്ടായിരുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാൻ പോയില്ല. അപ്പം വെച്ചൂർ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഇച്ചിരി അക്രമശക്തരാണ്, എങ്കിലും നല്ല സ്നേഹമുള്ളവയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നല്ല ഗിയർ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ചുമ്മാ അതിൻ്റെ മുമ്പിൽ കിടന്ന് കുറേ നേരം തുള്ളുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുത്ത് കിട്ടും. വേണേൽ ഞാൻ നിങ്ങളിപ്പം കാണിച്ചു തരാം. കണ്ട, ഇപ്പം അവൾ സൈലൻ്റായിട്ട് ഇരിക്കുവാണ്, എന്താണെന്നറിയില്ല. ഇപ്പം ഡീസൻ്റാണ്. ഇടയ്ക്കൊക്കെ നമുക്കിട്ട് നല്ല കുത്തൊക്കെ കണ്ട. ഇങ്ങനെ നമ്മൾ കുലിക്കുന്നതെന്ന് പേടിപ്പിക്കാൻ നിങ്ങൾ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ അയച്ചു വിടുകയാണെങ്കിൽ തന്നെ നല്ല പവർഫുള്ളായിട്ട് ചാടി ഓടിയൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി വരും. കാരണം നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊക്കെ നമ്മൾ ശരിക്കും പേടിച്ചു പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ കണ്ട് നല്ല ശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് നക്കിയൊക്കെ തരുന്നതാണ്. നോക്കതേ, ഞാൻ നോക്കട്ടെ. കണ്ട നിങ്ങൾക്ക് കാണാതിരിക്കും. കണ്ട നമ്മൾ നല്ല സ്നേഹമുള്ള ഒരു ഇനമാണ് വെച്ചൂർ പശുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 2 കൂടെ നമ്മൾ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെച്ചൂർ പശു എന്ന് പറയാൻ പറ്റില്ല, ഇത് കാസർഗോഡുള്ളതിൻ്റെ ഒരു ഇതാണ്. എങ്കിലും ഇത് വെച്ചൂർ പശു ആണെന്ന് ചോദിച്ചാൽ ആണ്. എങ്കിലും കണ്ട നിങ്ങൾക്ക്, അതായത് നാടൻ പശു ആണെങ്കിൽ പക്ഷേ കാസർഗോഡ് കുള്ളനുമായിട്ടാണ് നമ്മളിത് സാമ്യം കാണിക്കുന്നത്. കണ്ട, ഇതും നമ്മൾ കണ്ട പാവം തന്നെയാണ്, പാവത്താനാണ്. എല്ലാം നമ്മളോട് ഇപ്പം നല്ലോണം തന്നെ ഇണങ്ങി നല്ല സെറ്റായിട്ടുള്ള പശുക്കളാണ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പം നിങ്ങളിപ്പോൾ വേറെ വല്ലയിടത്തും വെച്ചൂർ പശുക്കളെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനൊന്നും ചെല്ലല്ലേ. മെയിനായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓടിപ്പിടിച്ചത് കെട്ടിപ്പിടിക്കാൻ ചെല്ലല്ലേ.
ആദ്യം നമ്മളിങ്ങനെ കൈവച്ച് എന്തെങ്കിലുമൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് നമ്മൾ പതുക്കെ ഒന്ന് ഇണക്കിയെടുക്കണം. അതിന് ശേഷമൊക്കെ നമ്മൾ പതുക്കെ കെട്ടിപ്പിടിച്ചാലൊക്കെയുള്ളൂ. ഇല്ല ആദ്യം തന്നെ ഒന്ന് നേരെ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് നേരെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടി, കാലിന് നല്ല തൊഴിയും കിട്ടും, നല്ല കുത്തും കിട്ടും. കാരണം നമ്മളിവിടെ നിന്ന് അത്രയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളതൊന്ന് കുത്താൻ വേണ്ടി ഒന്ന് വന്നായിരുന്നു. അപ്പം നമുക്ക് അടുത്തത് തൊട്ടിപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട്. കാരണം ഇത് നമ്മുടെ പാടാണ്, കണ്ടോ ഇത് പാടാണ്. നമ്മൾ ഇതുവരെ നമ്മൾ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രാസ് കാർപ്പിനെ നമ്മൾ നെറ്റിനകത്ത് ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്കറിയില്ല, അതൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തത്. ഇതും മറ്റേപോലെ തന്നെ ഇതിന് പക്ഷേ മൂക്കയറില്ല, ഞങ്ങൾ വാങ്ങിച്ചപ്പം തൊട്ട് മൂക്കയറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂക്കയർ ഇട്ടിട്ടുമില്ല. കണ്ട നല്ല നമ്മൾ കൈയൊക്കെ നമ്മുടെ കൈ നക്കാനൊക്കെ വരും, നല്ല സ്നേഹമുള്ളതാണ്. കണ്ട നമ്മൾ കൈയൊക്കെ മണത്ത് നോക്കും, യാതൊരു കുഴപ്പമൊന്നും തന്നെ ഇല്ല. എല്ലാം നല്ല ആക്റ്റീവാണ്. നമ്മൾ അയച്ചു വിട്ട് കഴിഞ്ഞാൽ മറ്റു പശുക്കളെ പോലെയല്ല. നമ്മളിപ്പം ഒരു കാര്യം പറയാം, നമ്മൾ ഇവിടെ അടുത്തൊരു ചേരനാണെങ്കിൽ അടുത്ത ചേരൻ്റെ നിന്ന് ഒരു പുള്ളിയാണ് വെച്ച പശുവിനെ നമ്മുടെ എൻ്റെ ഒരു അങ്കിള് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒരു അഗ്രസീവായിട്ടുള്ള വെച്ച പശുവായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം അങ്ങ് അയച്ചു വിട്ട്, അതായത് വണ്ടിയിൽ നിന്ന് അഴിച്ച് ഇറക്കിയതുള്ള അപ്പം ഭയങ്കരമായിട്ട് മറ്റേ ഗേറ്റ് അപ്പോഴത്തേക്ക് വേറെ ആയതുകൊണ്ട് വന്ന് തുറന്നിട്ടു. ഗേറ്റിൽ കൂടെ ഓടി ഒരു 5-6 കിലോമീറ്റർ ഓടി. അത് വെച്ച് പശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കാണ്. അതുങ്ങളുടെ പുറകെ ഓടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിളാണ്. അതായത് ഭയങ്കര ഇതായിട്ട് ഓടി നമ്മുടെ ഒരാളുള്ള ചാണകക്കുഴിയുണ്ട്, അതായത് വലിയൊരു ഫാം നടത്തുന്ന പുള്ളിയാണ് മറ്റേ വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചാണകക്കുഴിയിലൊക്കെ ചെന്ന് ചാടി, എന്നിട്ട് അത് നീന്തി കയറി. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വെച്ചൂർ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യമൊക്കെയാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പം ഈ നേഴ്സറിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ പെട്ടെന്ന് സൈഡിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് നീന്തി കയറിപ്പോരും. അതിനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാടൻ പശുക്കളായി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര പെട്ടെന്ന് രോഗമൊന്നും വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള ഇതുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നാടൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിച്ച് വളർത്തിയാൽ നമ്മളോട് സ്നേഹമായിരിക്കും. ഇല്ലാതെ കുറേ പേരുണ്ട് ഇപ്പം തല്ലി വളർത്തുന്നവർ, ഇണക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മളൊരു നാടൻ പശുക്കളെ തല്ലി ഇണക്കാൻ നോക്കലെന്നല്ല, നോക്കിയിട്ട് കാര്യമില്ല, അത് ഇണങ്ങിയല്ല ഗെയ്സ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ മറ്റേ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിട്ടത് എന്താണെന്ന് തമ്മിലൊക്കെ അങ്ങനെ ഇട്ടത് വെറുതെയാണ്. അതായത് നമുക്ക് അതിലൂടെ നമുക്കൊരു 10 വ്യൂ കിട്ടണമെങ്കിൽ കിട്ടട്ടെ നോർത്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങളായത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കിനൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചൂർ പശുക്കായിട്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാഴ്ചകളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.